ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം അനുവദിക്കുമെന്ന റെയിൽവേയുടെ ഉറപ്പും പാലിച്ചില്ല. അമൃത് ഭാരത് പദ്ധതി വഴി റെയിൽവേ സ്റ്റേഷൻ നവീകരിച്ചെങ്കിലും പോലീസ് സ്റ്റേഷൻ ഇപ്പോഴും കുടുസുമുറി തന്നെയാണ് ആശ്രയം. വനിതാ പോലീസുകാർ ഉൾപ്പെടെ 60-ലധികം പോലീസുകാർ ജോലി ചെയ്യുന്നത് നിന്ന് തിരിയാൻ ഇടമില്ലാത്ത ഈ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിലാണ്. പ്രതിദിനം 100ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ഈ റെയിൽവേ പോലീസ് സ്റ്റേഷൻ. യാത്രക്കാരുടെ സാധനങ്ങൾ മോഷ്ടിക്കുന്നതും കയ്യേറ്റം ചെയ്യുന്നതും സ്ത്രീകളെയും പെൺകുട്ടികളെയും വനിതകളെയും ലൈംഗികമായി ഉപദ്രവിക്കുന്നതും ഉൾപ്പെടെ നിരവധി കേസുകളുണ്ട്. ഇത്തരം കേസുകളിൽ പിടികൂടുന്ന അന്തർസംസ്ഥാന മോഷ്ടാക്കളെ ഉൾപ്പെടെ സംരക്ഷിക്കേണ്ടതും നിർത്തേണ്ടതും ഈ പഴയ കെട്ടിടത്തിലാണ്. ലോക്കപ്പ് മുറിയുടെ അവസ്ഥ കണ്ടാൽ കള്ളന്മാർക്ക് രക്ഷപ്പെടാൻ അവസരമുണ്ടെന്ന പഴുതൊരുക്കിയതാണെന്ന് തോന്നും. മേൽക്കൂര പോലും പൊളിഞ്ഞിരിക്കുന്നു. വനിതാ പോലീസുകാർക്കുൾപ്പെടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യവും അപര്യാപ്തമാണ്. 24 മണിക്കൂർ ജോലി ചെയ്യുന്ന പോലീസുകാർ വിശ്രമിക്കുന്നതും 100 അടി പോലും ഇല്ലാത്ത മുറിയിലാണ്. ഇവിടെയാണ് വസ്ത്രം മാറാനുള്ള സൗകര്യവും ഒരുക്കിയിരിക്കുന്നത്. ഇതെല്ലാം ഉന്നയിച്ച് റെയിൽവേ ഡിവിഷണൽ മാനേജർക്ക് ഉൾപ്പെടെ പരാതി നൽകിയപ്പോൾ സ്ഥലം അനുവദിക്കുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴും പോലീസ് സ്റ്റേഷൻ പഴയ കെട്ടിടത്തിൽ തന്നെയാണ്. കെട്ടിടം നൽകുന്നതിനെക്കുറിച്ച് ഒരറിയിപ്പും ലഭിച്ചില്ലെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.